KFCയും മക്ഡൊണാൾഡ്സിൻ്റെ ഒക്കെ ഡ്രൈവ് ത്രൂ ആണ് കേട്ടോ. പക്ഷെ നല്ല ക്യൂ. തള്ള വൈബാണോ? ഹാപ്പി. രാത്രി 12 മണി. സൂണിൽ പട്ടണയാണ്. പക്ഷെ എന്തോ ഈ ഉടങ്ങി നിൽക്കണേനും എന്തോ ഒരു ഭംഗിയാണ്. സോ ഓട്ടം ഈസ് ഓൾസോ ബ്യൂട്ടിഫുൾ. Oh my god! ഹായ് ഗൈസ്, വെൽക്കം ടു സിഡ്നി മലയാളി. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണോ വിചാരിക്കണോ? നമ്മളെല്ലാവരും ഇവിടെ സുഖമായിരിക്കണോ? കുറേ കുട്ടി വിശേഷങ്ങളുള്ള ഒരു ഫാമിലി വീഡിയോയിലേക്ക് വെൽക്കം ടു യു ഓൾ. പ്ലീസ് കീപ് വാച്ചിങ്. സുനിൽ അവിടെ എത്തിച്ച് നോക്കണുണ്ട്. പെട്ടിയും കിടക്കയായിട്ട് നമ്മൾ എന്തിനാ ഇറങ്ങിയിരിക്കണത്? നമുക്കല്ല, നമ്മുടെ സാനുമണി ഇന്ന് സ്കൂളിൽ നിന്ന് ഇയർ 7 ഒരു ക്യാമ്പിന് പോവാണ്. രാവിലെ നേരത്തെ സ്കൂളിലേക്ക് എത്തിക്കണം അവളെ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഓട്ടത്തിലാണ് കേട്ടോ നമ്മളിവിടെ. ഞാൻ പോയി വന്നു ഗൈസ്. അവിടെ ഇവളിപ്പോൾ വലിയ കുട്ടിയൊക്കെ ആയി. അവൾക്ക് വലിയ നിർബന്ധം. അമ്മ അവിടെ എത്തിയിട്ട് വീഡിയോസ് എടുക്കരുത്, സ്കൂളിൽ വീഡിയോസ് എടുക്കാൻ പാടില്ല എന്നൊക്കെയുള്ള സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. സോ പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ് എന്നൊക്കെ വലിയ കാര്യത്തിൽ പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. പക്ഷെ എന്നെ മാതിരി വേറെയും കുറച്ച് നമ്മുടെ ഇന്ത്യൻ അമ്മമാരും അച്ഛന്മാരും ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടായിരുന്നു പിള്ളേർ പോകണ വരെ. ബസ് കയറ്റണമായിരിക്കും നിൽക്കാൻ പറ്റില്ല കേട്ടോ, ബിക്കോസ് നല്ല ടൈം എടുക്കുമെന്ന് പറഞ്ഞു. ഇത്രയും കുട്ടികളെ കയറ്റി സേഫാക്കി അവർക്ക് കൊണ്ടുപോകണ്ടേ. അപ്പം എനിക്ക് സാശുവിനെയും ഡേ കെയർ കൊണ്ടാക്കാണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓട്ടത്തിലായിരുന്നു. അവളൊക്കെ കൊണ്ടാക്കി വന്നു. ഇന്നിപ്പോൾ ഇനി ബാക്കി ജോലിയും പരിപാടികളൊക്കെ ഉണ്ട്. പോകുമ്പോഴേ അവളോട് ചോദിച്ചു, മോളെ നിനക്ക് തിരിച്ചു വരുമ്പോൾ എന്താ കഴിക്കണ്ടേ എന്നൊക്കെ. അപ്പോൾ ഐ തോട്ട് ഐ വിൽ മേക്ക് ഹർ സംതിങ് വിച്ച് യു റിയലി ലവ്. ഇത് ഒരു ബുഷ് ക്യാമ്പാണ്, അതായത് പ്രോപ്പർ ഓസ്ട്രേലിയൻ ബുഷ് ക്യാമ്പ് വേർ ദേ ഗോ കാട്ടിൻ്റെ ഉള്ളിൽ ആൻഡ് ലിവ് ദെയർ ഫോർ 3 days. തിരിച്ചു വരുമ്പോൾ ഒരു കോലത്തിലാണ് വരിക. അവൾ 2 കൊല്ലം മുമ്പ് ഒരു ബുഷ് ക്യാമ്പിന് പോയിട്ട് ഞാൻ എൻ്റെ വീഡിയോ എന്തോ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ചാനലിൽ തന്നെ. ദേ കം ബാക്ക് ലുക്കിംഗ് ലൈക്ക് തിരിച്ചറിയാൻ പറ്റാത്ത കോലത്തിലാണ് തിരിച്ച് എത്തുക കേട്ടോ. ചളിയും മണ്ണും വെയിലടിച്ചിട്ടുള്ള ഒരു വമ്പൻ കോലത്തിലാണ് വരിക. കണ്ടാൽ തിരിച്ചറിയില്ല. അവൾ എൻ്റെ മുമ്പ് വന്നിട്ട് കൂടെ എനിക്ക് അന്ന് മനസ്സിലായില്ലായിരുന്നു അവളുണ്ടെന്ന് കേട്ടോ. അത്രയും ഷോക്കായി എനിക്ക്. ഓക്കെ, സോ അവിടെ വരുന്ന വരത്തേക്ക് കുറച്ച് ഡള്ളാണ് വീട്. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. രാത്രിയൊക്കെ എനിക്ക് ആകെ ഒരു എന്തോ സാനു വീട്ടിലില്ലെങ്കിൽ എന്തോ മാതിരിയാണ്. പറയുമ്പോൾ സാഷുവാണ് ഇവിടുത്തെ ലൗഡർ വൺ. പക്ഷേ സാനു വീട്ടിലില്ലെങ്കിൽ ഭയങ്കര ഒരു മിസ്സിങ്ങും അല്ലാത്തൊരു വിഷമമാണ് എനിക്ക് കേട്ടോ. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഈ ക്യാമ്പ് ഉണ്ടാവും, എല്ലാ പ്രാവശ്യവും എനിക്ക് ഈ സെയിം ഫീലിംഗ് ആണ്. എനിവേസ്, ഞാൻ എൻ്റെ മൈൻഡൊക്കെ ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്യട്ടെ. എനിക്ക് കുറച്ച് ജോലിയും കാര്യങ്ങളും തിരക്കുകളൊക്കെ ഉണ്ട്, കുറച്ച് മീറ്റിങ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യട്ടെ. ലെറ്റ്സ് സീ അവിടെ തിരിച്ച് വരുമ്പോഴുള്ള വിശേഷങ്ങളും ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, സ്റ്റേ ട്യൂൺഡ്. സാനുമണി വീട്ടിലില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബോറടി കേട്ടോ. ആ ഒരു വിഷമം മാറ്റാൻ ഞാൻ എന്ത് ചെയ്തു, ഓഫീസിൽ പോകാമെന്ന് വിചാരിച്ചു. ഞാൻ ഓഫീസിൽ പോകണില്ല എന്നുള്ളൊരു ചീത്തപ്പേര് എനിക്കുണ്ട് നാട്ടിൽ സ്വതവേ, ഈ സിഡ്നിയിലും നമ്മുടെ ഇന്ത്യയിലും. അപ്പോൾ ആ ചീത്തപ്പേരും കൂടെ മാറ്റാം. പിന്നെ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ അവിടെ പോയി കാണാം, ഒരു ചേഞ്ചും ആവുമല്ലോ. സാഷുവിനെ ഡേ കെയറിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ എന്താ ബസ്സും പിടിച്ചിട്ട് മെട്രോവും പിടിച്ച് നേരെ ഓഫീസിലെത്തി. വിചാരിച്ചത്ര തിരക്കൊന്നുമില്ല, ഓഫീസിലധികം ആൾക്കാരൊന്നുമില്ല. ഇന്ന് ഞാൻ വേറൊരു സൈഡിൽ പോയിട്ടാണ് കേട്ടോ ഹോട്ട് ഡെസ്കിങ് പിടിച്ചിട്ടിരിക്കണേ. ഇവിടുത്തെ വ്യൂ നോക്കൂ, എന്തൊരു ഭംഗിയാലേ. ക്വൈറ്റ് പ്രിട്ടി. ഭംഗി കൂടുന്തോറും പണി നടക്കൽ കുറവാണ്. അതുകൊണ്ടൊന്ന് കുറച്ച് നേരം ഫോക്കസ് ചെയ്തിട്ട് കുറച്ച് പണിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കണ്ണ് ഫോണിലാണ് കേട്ടോ. സ്കൂളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് കുട്ടികൾ വിശേഷങ്ങൾ. ദേ ഫൈൻ, ദേ എൻജോയിങ്. നല്ലതാണ്, കുട്ടികൾക്ക് ഫ്രണ്ട്ഷിപ്സ് ഒക്കെ ഉണ്ടാക്കാം, ടീച്ചേഴ്സിനെ കുറച്ചും കൂടെ പരിചയപ്പെടാം. സാനുവിന് പ്രത്യേകിച്ച് ഇതൊരു പുതിയ സ്കൂളാണ്, അധികം ഫ്രണ്ട്സൊക്കെ ആയി വരണേ ഉള്ളൂ. അപ്പോൾ അവൾക്ക് ഒരു നല്ല എക്സ്പീരിയൻസ് ആണ്. കമ്പൽസറി ആണ് ഈ ഒരു ട്രിപ്പ്, അതുകൊണ്ടാണ് അവൾ പോയിരിക്കുന്നത്. സോ വി എൻകറേജ് ഹർ ടു ഡു ഓൾ ദീസ് തിങ്സ്. ബട്ട് ലൈക്ക് എനി ടിപ്പിക്കൽ ഇന്ത്യൻ മം, ഞാൻ ഭയങ്കരമായിട്ട് വിഷമിക്കും എൻ്റെ കുട്ടി അടുത്തില്ലെങ്കിൽ. അതാണ് ഇന്ന് ഓഫീസിലും കൂടെ പോയത് കേട്ടോ. ഓഫീസിൽ ഇന്ന് ലഞ്ച് പിസ്സ, പാസ്റ്റ, ഗാർലിക് ബ്രെഡ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ്. നമ്മൾ ഗ്യാങ്ങൊക്കെ ആയിട്ട് ഇതാ ഫുഡ് കൊടുത്ത് ഇവിടെ ഇരുന്നു ഈ വ്യൂവും കണ്ടിട്ട് ലഞ്ച് കഴിക്കാം. ആക്ച്വലി ഇടയ്ക്കൊക്കെ അങ്ങനെ പോകുന്നത് നല്ലതാട്ടോ. എല്ലാവരുമായിട്ടൊക്കെ ഒന്ന് കമ്പനി കൂടാമല്ലോ. ദൂരെ കുറേ പേര് ഷിപ്പിലും ഫെറിയിലും ഒക്കെ പോകുന്നത് വരെ കാണാം. മഴക്കാർ കണ്ടപ്പോൾ ഞാനങ്ങോട്ട് ഇറങ്ങിയിട്ടോ. ഇനി നമുക്ക് നമ്മുടെ സാക്ഷ്യമാനം എടുക്കണം. ഒരു കാഴ്ച കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇവിടെ കണ്ടോ, ഓട്ടം തൊട്ടായി നിൽക്കണു ഓസ്ട്രേലിയയിൽ. അതാണ് ഈ ചെടികളൊക്കെ പഴയ ഭംഗിയും പഴയ പ്രതാപമൊക്കെ പോയി ഉണങ്ങി ഇങ്ങനെ നിൽക്കണത് കേട്ടോ. പക്ഷേ എന്തോ ഈ ഉണങ്ങി നിൽക്കണേനും എന്തോ ഒരു ഭംഗിയാണ്. സോ ഓട്ടം ഈസ് ഓൾസോ ബ്യൂട്ടിഫുൾ. രസമല്ലേ കാണാൻ? ഇതൊക്കെ നല്ലോണം കളർത്ത് തിളർത്ത് അങ്ങനത്തെ ആ ഒരു വേർഡില്ലേ, അതായി നിന്നിരുന്ന ചെടികളായിരുന്നു കേട്ടോ. ഇത് ചെറുബ്രൂക്ക് മെട്രോന് മുമ്പിൽ ഞാൻ എത്തി.
ഇവിടെയൊക്കെ അതാ അങ്ങനത്തെ ചെടികളാണ്. പക്ഷെ അത് ഫുള്ളും ഇങ്ങനെ ഓട്ടം കണ്ടീഷനിലാണ്. ഞാൻ ഇനി ബസ് പിടിച്ചിട്ട് പോട്ടെ. കറക്റ്റ് ദിവസമാണ് ഞാൻ ഇറങ്ങിയത്. നല്ല മഴയും ഇടിവെട്ടും തണ്ടറും ഒക്കെ ഉള്ളൊരു ദിവസം കേട്ടോ. ഞാൻ ആക്ച്വലി സാക്ഷുവിനെ ഡേ കെയറിന് പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിക്കാം. മെട്രോ ഇറങ്ങിയിട്ട് ഞാൻ ബസ്സും വിളിച്ചിട്ട് എൻ്റെ വണ്ടി ഉണ്ട് അവളുടെ ഡേ കെയറിൻ്റെ അവിടെ. അപ്പോൾ അങ്ങനെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ലെറ്റ്സ് ഗോ. ഓസ്ട്രേലിയയിൽ ഇത് കണ്ടോ, അവിടെ പെഡസ്ട്രിയൻസിനെ ക്രോസ് ചെയ്യാനുള്ള സിഗ്നലാണ്. അവിടെ ഒരു മനുഷ്യനുണ്ടില്ലേ റെഡ് കളർ, അത് ഗ്രീൻ ആകുമ്പോൾ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്യാം. അപ്പോൾ സേഫാണ് വണ്ടികൾക്കും, അത് സേഫാണ് പെഡസ്ട്രിയൻസിനും. അപ്പോൾ അതിനൊരു പ്രത്യേക തരം ശബ്ദമുണ്ട്. അതിങ്ങനെ കുറേ നിങ്ങൾ റീൽസിലൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഒരു പ്രത്യേക ശബ്ദമാണ് അത് ഓണാകുമ്പോൾ. ഞാൻ ക്യാമ്പിന് പോണതിന് മുന്നേ എന്നോട് പറഞ്ഞു, അമ്മ അവിടുത്തെ ഫുഡൊന്നും എനിക്ക് ശരിയാവില്ല, തിരിച്ചു വരുമ്പോൾ കൊതിയാവും. അമ്മയുടെ ചോറ് മാമു, അതായത് ചോറ്, ചിക്കൻ കറി, കുറച്ച് ഉപ്പേരി, പപ്പടം, തൈരും കൂട്ടിയിട്ട് കുഴച്ചിട്ട് കഴിക്കണമെന്ന് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഓഫീസിൽ നിന്ന് തിരിച്ച് സാക്ഷുവിനെയൊക്കെ എടുത്ത് എത്തിയിട്ട് വേഗമൊക്കെ റെഡിയാക്കാണ്. നാളെ എത്തും അവൾ തിരിച്ച്. നമ്മൾ അമ്മമാരല്ലേ കുട്ടികളുടെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക. സോ ഇറ്റ്സ് സോ നൈസ് ടു ബി ഏബിൾ ടു ഡൂ ദാറ്റ് ഫോർ ദം. ആൻഡ് ഐ തിങ്ക് എവറി പേരൻറ്റ് ഷുഡ് പുട്ട് ഇൻ ദി എഫേർട്ട് ഫോർ ദാറ്റ് ആസ് വെൽ. ചിക്കൻ നമുക്ക് എന്തായാലും ഉണ്ടാക്കാൻ അവിടെ വെക്കട്ടെ. ട്രെപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മുടെ സാനുമണി ഇന്നാണ് തിരിച്ചു വരണത് ഫ്രം ക്യാമ്പ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. എന്നിട്ട് രാത്രി തൊട്ട് സാനുമണി ഇന്ന് എത്തും, നാളെ എത്തും, പിന്നെ എന്ത് രാവിലെ സാനുമണി ഇന്ന് എത്തും, നമ്മുടെ മോള് വരുവാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷം. സുല്ലറിയും ഞാൻ ഓവറാണ്, അവൾ യുദ്ധം കഴിഞ്ഞ് വരുന്നല്ലോ, ക്യാമ്പ് കഴിഞ്ഞിട്ട് 3-4 ദിവസത്തിനുള്ളിൽ തിരിച്ചു വരുമല്ലേ. ബട്ട് ഫോർ ഹെർ ഏജ് നമ്മളെ അടുത്തുനിന്ന് വിട്ടു നിന്ന് സ്വന്തം കാര്യങ്ങൾ ചെയ്യണോ, അവൾക്ക് അതൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. അങ്ങനെ ഇൻഡിപെൻഡൻ്റ്ലി ചെയ്യാൻ ഇഷ്ടമുള്ള കുട്ടിയാണ്. ബട്ട് എന്തോ എനിക്കിങ്ങനെ കുട്ടി മാറി നിൽക്കുമ്പോൾ ഭയങ്കര വിഷമമാണ്. സോ ഐ എം വെരി ഗ്ലാഡ് ഷീ ഈസ് കമ്മിങ് ബാക്ക്. അവൾക്ക് ഇഷ്ടമുള്ള ചോറ്, ചിക്കൻ കറി, ഉപ്പേരി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സുള്ള അവൾക്ക് ഇൻ കേസ് വേറെ നോർത്ത് ഇന്ത്യൻ ഫുഡ് കഴിക്കാനായിരിക്കും ഇഷ്ടം എന്ന് വിചാരിച്ചിട്ട് അവൾക്കുള്ള കറിയും നാനൊക്കെ വാങ്ങിയിട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുമ്പോഴേ അതിലൊരു രുചി പിടിക്കണ്ടേ എന്തെങ്കിലുമൊക്കെ. കാരണം അവിടെ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല, പട്ടിണിയായിരിക്കും. ബിക്കോസ് ഷീ ഈസ് വെരി പിക്കി വെൻ ഇറ്റ് കംസ് ടു ഈറ്റിംഗ്. ആൻഡ് ബിക്കോസ് ഇങ്ങനത്തെ ഒരു സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഉദ്ദേശിക്കുന്ന ടൈപ്പ് ഓഫ് ഫുഡൊക്കെ ആയിരിക്കില്ല എപ്പോഴും കിട്ടുക. കഴിഞ്ഞ ഒരു ക്യാമ്പിന് പോയപ്പോഴും അങ്ങനത്തെ ഫാൻസി ഫുഡ് ആയിരിക്കില്ലല്ലോ. അതൊക്കെ ബി ലൈക്ക് ബേസിക് ഫുഡ്. ആൻഡ് കഴിക്കണ കുട്ടികൾ കഴിച്ചോളും. ഇങ്ങനത്തെ പിക്കിയായിട്ടുള്ള പിള്ളേർ കഴിക്കാണ്ട് പട്ടിണിയായിട്ട് വരും കേട്ടോ. ബട്ട് അതുകൊണ്ടാണ് നമ്മൾ ഫുഡ് കുറച്ചാക്കി വെച്ചിരിക്കണേ. ഞാൻ പക്ഷേ എപ്പോൾ അവൾ പോയാലും വാട്ട് ഐ വിൽ ഡൂ ഇസ് തിരിച്ച് അവൾ വരുമ്പോൾ അവൾക്ക് എന്തെങ്കിലും ഒരു റിട്ടേൺ ഗിഫ്റ്റ് ഞാൻ വാങ്ങിയിട്ട് വയ്ക്കും കേട്ടോ. അഗൈൻ സുള്ളു പറയും ഓവറാണെന്ന്. പക്ഷേ എനിക്കെന്തോ അവൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്നതിൻ്റെ ഒരു സന്തോഷം, എന്നെ കാണുമ്പോഴുള്ള സന്തോഷം, പിന്നെ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കിട്ടുമ്പോൾ കുട്ടികൾക്ക് എപ്പോഴും ഒരു സന്തോഷം. ഐ ഓൾവേസ് ബൈ കേട്ടോ. ഇപ്രാവശ്യം ഞാൻ വാങ്ങിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സാനുവിന് അവതാർ മൂവിയുടെ ഭയങ്കര ക്രേസാണ് കേട്ടോ. അവൾക്ക് ഞാൻ അവതാറിൻ്റെ ഈ ക്യാരക്ടേഴ്സിൻ്റെ പേര്, അവരുടെ കോസ്റ്റ്യൂംസ് ഒക്കെ ഉള്ള ഒരു ബുക്ക് ആമസോണിൽ കിട്ടും. അത് ഞാൻ വാങ്ങി കൊടുത്തിട്ട് ഷീ ലവ്സ് ഇറ്റ് സോ മച്ച്. എന്നും രാത്രി അതും നോക്കിയിട്ടേ അവൾ ഉറങ്ങൂ. സോ മച്ച് ദാറ്റ് ഇപ്പോൾ ക്യാമ്പിന് പോയപ്പോഴും കുത്തി കയറ്റി അവളുടെ ബാഗിനകത്ത് ആ ബുക്ക് കൊടുത്തിട്ടാണ് കൊണ്ടുപോയത്. അതില്ലാതെ അവൾക്ക് പറ്റില്ല. അവതാർ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നാളെ എൻ്റെ വീഡിയോയിൽ ടോപ്പ് ഫെസ്റ്റ് എന്ന് യൂട്യൂബിൻ്റെ ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ ഞാൻ പോയ കാര്യമൊക്കെ കാണിച്ചു തന്നിരുന്നില്ലേ. അപ്പോൾ അതിൽ ഞാൻ പറയുകയും ചെയ്തു ജെയിംസ് ക്യാമറൺ വരേണ്ടതായിരുന്നു, ബട്ട് ഓൺലൈനിൽ വന്നിട്ട് നമ്മളോടൊക്കെ സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവിടെ കരച്ചിലായിരുന്നു ഒരാൾ. അമ്മ അതെന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാനും വന്നേനെ. എനിക്കും അറിയില്ലായിരുന്നു ജെയിംസ് ക്യാമറണൊക്കെ ജൂറിയാണ് വന്ന് സംസാരിക്കും എന്നൊക്കെ എനിക്കും അറിയില്ലായിരുന്നു. റൈറ്റ്. എനിവേസ്, ഞാൻ പറഞ്ഞു തന്ന കഥ എന്താ വെച്ചാൽ അവൾക്ക് ഇപ്രാവശ്യം ഞാൻ റിട്ടേൺ ഗിഫ്റ്റ് വാങ്ങിയിരിക്കുന്നത് ഒരു അവതാറിൻ്റെ ഒരു ഐറ്റം തന്നെയാണ്. ഇറ്റ്സ് അഗൈൻ എ ബുക്ക്. ഇറ്റ്സ് എ വെരി ബിഗ് ഹെവി ബുക്ക്. സി ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. അതായത് കാണുമ്പോൾ തന്നെ നമുക്കൊന്ന് എടുത്തിട്ട് നോക്കാൻ തോന്നില്ലേ. ദിസ് വൺ ഈസ് അബൌട്ട് ദ മേക്കിംഗ് ഓഫ് ദ മൂവി. അപ്പോൾ അതിലത്തെ VFX ചെയ്ത കാര്യങ്ങൾ, അവർ ആക്ടേഴ്സൊക്കെ ട്രെയിൻ ചെയ്ത കാര്യങ്ങൾ, അങ്ങനത്തേൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽ ഉള്ള നല്ല ഇലസ്ട്രേഷൻസും പിക്ചേഴ്സും ഉള്ളൊരു ഈ ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ് ഇട്ട് സ്റ്റോ. അവതാർ ഇഷ്ടമുള്ള കുട്ടികൾക്കൊക്കെ, പ്രത്യേകിച്ച് ഇവരുടെയൊക്കെ പ്രായം ആ ഒരു 12 year olds 11 year oldsനൊക്കെ നമുക്ക് ഗിഫ്റ്റ് വാങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ ദിസ് ഈസ് എ നൈസ് ഗിഫ്റ്റ് കേട്ടോ. ദേ ഗോയിങ് ടു ലവ് ഇറ്റ്. ആൻഡ് ഐ ക്യാൻ സീ ഹർ ഫേസ് ഓൾറെഡി. അവളിത് കാണുമ്പോൾ എന്ത് സന്തോഷമാണ്. അപ്പോൾ ഇത് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മഴ പെയ്യണു. സ്കൂളിൽ പോയിട്ട് പിക്ക് ചെയ്യണം. ഐ ഡോണ്ട് നോ ഇത് അങ്ങോട്ട് കൊണ്ടുപോകണം. യൂഷ്വലി ഞാൻ കൊണ്ടുപോയി നിൽക്കുകയും ചെയ്യാറ്. വെൽക്കം ബാക്ക് എന്ന് ബോർഡൊക്കെ ഞാൻ എടുത്തിട്ട് അവൾക്ക്, പക്ഷെ ഇപ്പം അത് ക്രിഞ്ചാവും, അത് ചെയ്യണില്ല. ബട്ട് ഐ എം തിങ്കിങ്
നടന്നിട്ടാണ് ഞാൻ പോവുക. സ്കൂൾ ഇവിടെ തൊട്ടാണ്, പാർക്കിംഗ് ഒന്നും കിട്ടില്ല. അപ്പം പിള്ളേരെയൊക്കെ പിക്ക് ചെയ്യാനുള്ള പേരൻസ് ഫുൾ വന്ന് പാർക്ക് ചെയ്തിട്ടുണ്ടാവും. ദൂരെയുള്ള പേരൻസിനൊക്കെ ഡ്രൈവ് ചെയ്ത് വരണമല്ലോ. അപ്പോൾ അവരൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ടാവും. സോ ഐ വോണ്ട് ഗെറ്റ് പാർക്കിംഗ് എനിവേസ് ആൻഡ് ഇറ്റ്സ് ഈസിയർ ടു വാക്ക്. ക്വിക്കാണ്, ഇവിടുന്ന് ഒരു 5 മിനിറ്റും കൂടെ ഇല്ല, നടക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. നോക്കട്ടെ, ഇറ്റ്സ് ബുക്ക് ഇസ് ഹെവി, അതുകൊണ്ട് ഇനി അതും പിടിച്ച് നടന്ന് അങ്ങോട്ട് പോകണോ എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല. ലെറ്റ്സ് സീ. സൂയിങ് മെഷീൻ ഇത് ഞാൻ അവിടെ കണ്ടപ്പോഴേ കാണിച്ചതാ നിങ്ങൾക്ക്. കുറച്ച് സാധനങ്ങൾ വാങ്ങിയിരുന്നു, കൂട്ടത്ത് വാങ്ങിയതാണ് കേട്ടോ. Kmart എന്ന് പറഞ്ഞിട്ടുള്ളൊരു നോർമൽ ബ്രാൻഡിൻ്റെ ഒരു ആങ്കോസ് സൂയിങ് മെഷീനാണ്, തുന്ന മെഷീനാണ്. എന്താ വെച്ചാൽ ഞാനിപ്പോൾ കുറച്ചായിട്ട് സാനൂനും ഒക്കെ ആയിട്ട് കുറേ ഓൾട്രേഷൻ വർക്ക് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ ഓൾട്രേഷൻ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഈ ഓൾട്രേഷൻ ചെയ്യണ ആൾക്കാരെ കോൺടാക്ട് ചെയ്ത് അവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുമ്പോൾ ദ റേറ്റ്സ് ഫോർ ചെറിയൊരു തുന്നലൊക്കെ ഇസ് ഇൻക്രെഡിബ്ലി ഹൈ കേട്ടോ. നമുക്ക് വിശ്വസിക്കില്ല നിങ്ങൾ. ചെറിയ ഒരു ഓൾട്രേഷൻ ഉണ്ടായിരുന്നു. എനിക്ക് സാനുവിൻ്റെ ഡ്രസ്സിൻ്റെ സൈഡ് രണ്ടും ഒന്ന് അടിക്കണമായിരുന്നു. ഒരു ഇഞ്ച് 2 സൈഡ് ഒന്ന് അടിച്ചിട്ട് അങ്ങനെ ചെറുതാക്കാൻ, വണ്ണം കുറയ്ക്കാൻ വേണ്ടി $90 ആണ് ചാർജ് ചെയ്തത് കേട്ടോ. $90 ഫോർ ദാറ്റ്. ആൻഡ് ഐ വാസ് ഷോക്ക്ഡ്. ഞാൻ പറഞ്ഞു ഇപ്പോൾ ഇത് ഞാൻ വാങ്ങിയത് ഇറ്റ്സ് നോട്ട് എ ബിഗ് ബ്രാൻഡ്, എനിക്ക് തുന്നാൻ അറിയ പോലും ഇല്ല. ഐ എം നോട്ട് ഗുഡ് അറ്റ് ഇറ്റ്. ഇനിയിപ്പോൾ തുറന്നിട്ട് വേണം അതൊക്കെ പഠിക്കാൻ. ഞാൻ പഠിക്കുക വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അതെങ്ങനെയുണ്ടോ സാധനം തുറന്നിട്ട് തന്നെ ഇല്ല. അതിന് $70 എന്തേ ഉള്ളൂ ആ മെഷീനിന് തന്നെ. അപ്പോൾ ഓരോ തുന്നലിനും ഇങ്ങനെ വരുമ്പോൾ ഐ തോട്ട് മൈറ്റ് ആസ് വെൽ ജസ്റ്റ് ഗെറ്റ് വൺ വെച്ചിട്ട് വാങ്ങിയതാണ്. എൻ്റെ അമ്മ ആക്ച്വലി സത്യം പറഞ്ഞാൽ കൊല്ലങ്ങളെ എന്നോട് പറയണു വീട്ടിൽ ഒരു മെഷീൻ വേണം, എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു അത്യാവശ്യം വന്നു, ചെറിയ കുട്ടികളുടെ ഉടുപ്പ്, നോട്ട് ബിഗ് തുന്നാനും തന്നെ കൊണ്ടൊന്നും പറ്റുന്നില്ല, അതിനുള്ള കഴിവൊന്നും എനിക്കില്ല. ബട്ട് എങ്കിലും ഒരു ചെറിയ ഓൾട്രേഷൻ, ലെങ്ത് ഒന്ന് കുറയ്ക്കണം, ഒരു ബട്ടൺ ഫിക്സ് ചെയ്യൽ, അങ്ങനത്തെയൊക്കെ ചെറിയ ഇതൊക്കെ വരുമ്പോൾ ഇറ്റ്സ് ഡെഫിനറ്റ്ലി ഗോയിങ് ടു കം ഹാൻഡി. വാങ്ങണം എന്ന് എൻ്റെ അമ്മ പറയാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി, കൊല്ലങ്ങളായി ആക്ച്വലി. ഫൈനലി അത് ഞാൻ പൂർത്തീകരിച്ചിരിക്കണു, സാധനം വാങ്ങിയിട്ടുണ്ട്. ഇത് ഞാൻ തുറക്കുക വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. സുള്ളു കറി ഉണ്ടായിരുന്നു, അതിപ്പോൾ ഒരാഴ്ചയായി തുറക്കാതെ ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ ഇരിക്കണു. അത് ഇനിയും ഇങ്ങനെ ഇരിക്കും. അവസാനം നീ എന്നെ അതുകൊണ്ട് റിട്ടേൺ ചെയ്യും, അതായിരിക്കും ചിലപ്പോൾ സംഭവിക്കാമെന്ന്. ബട്ട് ഐ എം വെരി ഡിറ്റർമിൻഡ് ദിസ് ടൈം. ഐ വോണ്ട് ടു സ്റ്റാർട്ട് യൂസിങ് ദിസ്. ബിഗ് തുന്നലല്ലേ പറഞ്ഞ മാതിരി ചെറിയ ഒരു തുന്നൽ, അടിക്കൽ, ചെറുതാക്കൽ, അങ്ങനത്തെ എന്തെങ്കിലും പരിപാടി. ഓക്കെ, ഓൾറൈറ്റ്. സോ ദാറ്റ് ഈസ് ദ പ്ലാൻ. സമയം ഇപ്പോൾ 1:30 കഴിഞ്ഞു. 2:15 ബസ് എത്തുകയെന്നാണ് പറഞ്ഞിരിക്കണം. അവർ വരണ വഴിക്ക് അവിടെ റോഡിൽ കുറച്ച് ട്രാഫിക്കിൻ്റെ ഡിലേസ് ഉണ്ടായി. ഇവിടെ എന്തോ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു ഇത്ര ഏർലി ഇൻ ദ മോർണിംഗ്. അപ്പോൾ അതിൻ്റെ ഡിലേ കാരണം ഇവരുടെ ബസ്സുകളും ഡിലേഡ് ആണെന്ന് സ്കൂളിൽ നിന്ന് മെസ്സേജ് ഉണ്ടായിരുന്നു. ആൻഡ് ദേ വെരി പ്രോ ആക്റ്റീവ്. അവിടെ ഉള്ള പേരൻസിൻ്റെ നമ്മുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതിലത്തെ പേരൻസ് ഇങ്ങനെ എഴുതുന്നുണ്ടായിരുന്നു പാർക്ക് ചെയ്തിട്ട് ഇപ്പോൾ കുറേ പേരൻസ് അവിടെ നിൽക്കുന്നുണ്ട്. കാരണം 1:15 കഴിഞ്ഞ് എത്തണം എന്ന് ആദ്യം വിചാരിച്ചിരുന്ന കുട്ടികൾ. അവരോടൊക്കെ ടീച്ചേഴ്സ് ഓരോ കാറിലും പോയിട്ട് അവർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അത്ര അവിടെ ഡിലേസ് ആണ്, അതുകൊണ്ടാണ് കുട്ടികളെത്താത്തതെന്ന്. അപ്പോൾ വിചാരിച്ചു ക്വിക്ക്ലി ഞാനൊരു കാപ്പി കുടിക്കട്ടെ, എന്നിട്ട് ഞാൻ 2:15 ഇവിടുത്തെ 2:10 ഇറങ്ങിയാലും മതി, വേഗം എത്തും ഞാൻ. സോ യാ, വെരി എക്സൈറ്റഡ് ടു സീ സനുമണി. ഓക്കെ ഗൈസ്, ഞാൻ ഇറങ്ങി വീട്ടിൽ നിന്ന്. നല്ല മഴ, അതുകൊണ്ട് ഞാൻ സാനുവിൻ്റെ ഗിഫ്റ്റ് എടുത്തില്ല. ബുക്കല്ലേ, നനയണ്ട. കേൾക്കാണ്ടോ അറിയില്ല, ബസ്സുകൾ ഇങ്ങനെ സ്കൂളിലേക്ക് പോണതേ നമ്മുടെ വീട്ടിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുടയും പിടിച്ച് വേഗം ഇറങ്ങി. ഓക്കെ, നമുക്കിനി സാനുമണീനെ എടുത്തിട്ട് കാണാം കേട്ടോ. എത്തി മോനെ. മഴയത്ത് കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ. എങ്ങനെയൊക്കെയോ ആണ്. ഇവളെയും തപ്പാൻ ടൈം എടുത്തു. ഇത്ര കുട്ടികളുണ്ട്. പിന്നെ ഇവരുടെ പെട്ടിയൊക്കെ ഇവരുടെ ഉള്ള വണ്ടിയിൽ വരുന്നില്ല, അപ്പോൾ അതും തപ്പി ലേറ്റായി. ഞാൻ 2:10 പോയതാണ് ഇവിടുന്ന്, 3:20. അത്രയും നേരം എടുത്തു നിങ്ങളുടെ എത്തിക്കിട്ടാൻ കേട്ടോ. ബിക്കോസ് ഓഫ് ദ ഇത് തണുപ്പും മഴയും. കുട്ടീനെ തപ്പി ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ പെട്ടി നോക്കി ഇങ്ങോട്ട് എത്തി നമ്മൾ. അവൾക്കിപ്പോൾ അവസാനം ചോറല്ല വേണ്ടേ, നാൻ വേണത്ര. നന്നായി ഫുള്ള് വാങ്ങി വെച്ചാൽ അപ്പോൾ നാനും കുറച്ച് ചിക്കൻ കറിയും കൊടുക്കട്ടെ അവൾക്ക്. മറ്റേ ചെമ്പിട്ടെടുക്കാണ്ട് എനിക്കിനി അത് ഡേ കെയറാ. ഞാൻ അവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കുറച്ച് ലേറ്റാവും, ഞാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അവൾക്ക് ഗിഫ്റ്റ് കൊടുക്കാം. നമ്മുടെ സനുമണി ഈസ് ബാക്ക്. എൻജോയ്, അടിച്ചു പിടിച്ചോടാ. സോ ഗ്ലാഡ് ടു ഹാവ് യു ബാക്ക് ഹോം. കഴിച്ചോ, വിശക്കണ്ടോ? And this is a welcome back gift for you. Always do this. നീ നമ്മുടെ തക്കു ബാബു ഇല്ലടാ. നീ നോക്ക് എന്താന്ന് നോക്ക്. എടുക്ക വർത്തക്ക്
എടുക്ക്. So big. നോക്ക് നീ കൈ വെയിറ്റ് ഉണ്ട് കേട്ടോ, നോക്കണേ മോളെ. Oh my god. ഇഷ്ടായോ? Oh my god, thank you so much. അവതാരമേ മൂവിയുടെ സാധനാടാ. Oh my god. I only get the bag, right? ഏത് ബാഗ്? ബാഗോ ഇതോ വെച്ചോ നീ? Thank you. Thank you. അതൊക്കെ പിന്നെ നോക്കാം. എന്താ ഭക്ഷണം കഴിക്ക നീ? Wait. കഴിക്കട ബാബു. Thank നിന്റെ you so മറ്റേ much. ചിമുട്ടനെ പോയി എടുക്കാണ്ട് നമുക്ക് വെള്ളമൊക്കെ കുടിച്ചോ നീ? Yeah. എന്ത് ഗെയിംസ് ഉണ്ട്? ഫുൾ ബുഷ് ഫയർ അല്ല, ബുഷ് ക്യാമ്പ് സാധനങ്ങളല്ലേ? ബുഷ് ഫയർ അല്ല. ബുക്ക് കിട്ടി അവൾക്ക്. ഇനി അവൾക്ക് വേറെ ഒന്നും വേണ്ട. My collection was my other one. ഇതാ അവിടെ വെച്ചിട്ടുണ്ടമ്മ. ആ ബുക്കും കൊണ്ട് അവള് പോയത് ക്യാമ്പിന്. അടുത്ത അവതാരം. Thank you so much. ഓക്കെ. ഓ മഴ. സാനുമണി നാനൊക്കെ കഴിച്ച് കുളിക്കാൻ കയറിയുണ്ട്. അവൾക്ക് ഇനി മണി തിന്നോണ്ടിരിക്കാൻ തോന്നുക. ഫുഡൊന്നും അത്ര ശരിയായിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ പട്ടിണിയാ, ഒന്നും കഴിക്കൊന്നുമില്ല. ഷി വോൺസ് ടു ഈറ്റ് മെക്ഡോണൽസ് ഇപ്പോൾ. കഴിഞ്ഞ പ്രാവശ്യം മെക്ഡോണൽസ് വാങ്ങിയിട്ടൊന്നും കഴിച്ചില്ല. അതാണ് ചോറ് വേണമെന്ന് പറഞ്ഞ്. പക്ഷെ ഭാഗ്യം നാനൊക്കെ ഫുള്ള് വാങ്ങി വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടുണ്ട്. ഷി വോൺസ് മെക്ഡോണൽസ്. അപ്പോൾ ഞാൻ നമ്മുടെ അടുത്ത മെക്ഡോണൽസിലൊന്ന് കയറി ഫുഡൊക്കെ വാങ്ങിയിട്ട് സാഷുവിനും കൂടെ പിക്ക് ചെയ്തിട്ട് വീട്ടിൽ വരാനാണ് കേട്ടോ. തളർന്നു ഞാൻ. എനിക്കിനി എന്തൊക്കെ പണികളുണ്ടറിയോ പോയി തീർക്കാൻ. ഇതൊക്കെ കഴിഞ്ഞ് പിള്ളേരെ വീട്ടിലെത്തിച്ചിട്ട് വേണം. എൻ്റെ മേ ചലോ. ഇവിടെ KFC മെക്ഡോണൽസിൻ്റെ ഒക്കെ ഡ്രൈവ് ത്രൂ ആണ് കേട്ടോ. പക്ഷെ നല്ല ക്യൂ. ഇവിടെയാണ് സ്ഥലം. ഞാൻ ഡ്രൈവ് ത്രൂ കൂടെ വാങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുക. KFCയിലാണ് തിരക്ക് കുറവ്. പക്ഷെ ഇവർക്ക് KFC അല്ല മെക്ഡോണൽസ് ആണ് വേണ്ടത്. ഓ അനങ്ങണ്ട് ക്യൂ. ലെറ്റ്സ് ഗോ. ഓ സീരിയസ്ലി ഇത്രയും ക്യൂ ഈ നേരത്തെ എന്തിനാണ്? അവൻ്റെ ബാക്കിലും ക്യൂ ആണ്, ഫ്രണ്ടിലും ക്യൂ. ഈ മഴയും നോക്കൂ, ഫുൾ വണ്ടികൾ. 2 ലെയിൻസ് ഉണ്ട് ഈ ഡ്രൈവ് ത്രൂ ഉണ്ട്. ഇതിന് എന്താ തിരക്ക് നോക്കൂ. Hi, can I get a cheeseburger? Was that in the mail or on the side? സാഷുവിനെ കൂടെ പിക്ക് ചെയ്താ നമുക്കിത് കൊടുക്കാം. ഹാപ്പി. നീ നമുക്ക് വീട്ടിൽ പോവാം. അവിടെ ഒരാള് നിന്നും കാത്തിരിക്കണ്ട അമ്മിണി. സാഷുവിനോട് ഞാൻ പറഞ്ഞില്ല സാനു എത്തിയ കാര്യം കേട്ടോ. അവളവിടെ സോഫയിൽ പാലും കുടിച്ച് കിടക്കുമ്പോൾ പതുക്കെ സാനു കുളിയും കഴിഞ്ഞ് വന്നു. അപ്പോഴാണ് അവള് കണ്ടു ഞെട്ടിയത്. അനക്കെ പിടിച്ചു പാവം. Do you remember me? Who am I? Sanu's back, Sachu baby. Did you miss me? I love you. ഭയങ്കര സ്നേഹമാട്ടോ രണ്ടെണ്ണം. താങ്ക്ഫുള്ളി ഞാൻ കീപ് ടെല്ലിങ് സാനുവിനോടും ഇതെന്നും ഉണ്ടാവണം, ലൈഫ് ലോങ് ഉണ്ടാവണം. അവൾക്ക് ഭക്ഷണമൊന്നും വേണ്ടായിരുന്നു. അവതാറിൻ്റെ ബുക്ക് കിട്ടിയപ്പോൾ പിന്നെ വേറെ ഒന്നും വേണ്ടാണ്ട് അതും പിടിച്ചിരിക്കുക. ബട്ട് സോ ഗുഡ് ടു ഹാവ് ഹർ ബാക്ക് ഹോം. നമുക്ക് എല്ലാവർക്കും സാനു ഉണ്ടെങ്കിലേ വീട്ടിലൊരു സമാധാനമുള്ളൂ. ഹലോ പീപ്പിൾ, നമ്മുടെ സാനുമണിക്ക് എത്തി. പതുക്കെ അവളിങ്ങനെ സെറ്റിലായി വരുന്നു. ക്ഷീണം ഉണ്ടായിരുന്നു, നല്ലോണം ഉറങ്ങി. രാത്രിയൊക്കെ നല്ലോണം ഉറങ്ങി നീറ്റപ്പോഴാണ് കുറച്ചൊന്ന് ഉഷാറായത് കേട്ടോ. പിന്നെ അവൾക്ക് ഇന്നിപ്പോൾ ഓക്കെ ആയി. രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ ഒന്ന് ഉഷാറായി. സുണിൽ രാവിലെ 5:30 പോയി കളിക്കാൻ, ബാഡ്മിൻ്റൺ കളിക്കാൻ. സുണിലും രാജുവും പിന്നെ സിബിനും വിപിനെല്ലാവരും ഫുൾ ഗ്രൂപ്പ് ഉണ്ട് പോയി കളിക്കണം. അതൊക്കെ കളിച്ചിട്ട് മുടിയൊക്കെ മുറിച്ചൊരു 8:30 ആക്ച്വലി 9:30 ആയി എത്തിയപ്പോൾ കേട്ടോ രാവിലെ. പിന്നെ കുളിച്ചിട്ട് എല്ലാവരും റെഡി ഇറങ്ങുകയാണ്. നമ്മളൊന്ന് പോയി ഷോപ്പിങ്ങിനൊക്കെ ഒന്ന് പോയി ഒന്ന് ഫ്രഷ് ആവാമെന്ന് വിചാരിച്ചു കേട്ടോ. ഹസ്ബൻഡ് സച്ച് എ ഹെക്ടിക് ടൈം. ഓട്ടമായിരുന്നല്ലോ, നിങ്ങൾ കണ്ടില്ലേ എന്തൊരു അപ്പ് ആൻഡ് ഡൗൺ. പിള്ളേരുടെ കാര്യങ്ങളും ജോലിയുടെ തിരക്ക് ഭയങ്കര ഹെക്ടിക്കായിരുന്നു കേട്ടോ. അപ്പം എന്നൊന്നൊരു ബ്രേക്ക് എടുക്കാച്ചു. ഗോയിങ് ഔട്ട് വീക്കെൻഡാണ്, വിൽ ഗോ ഔട്ട്, സ്പെൻഡ് സം ടൈം ഔട്ട് വിത്ത് ദ കിഡ്സ്. കുറച്ച് തുണി വാങ്ങണം എനിക്ക് കേട്ടോ. എനിക്കൊന്നും ഫിറ്റ് ആവണില്ല. ഞാൻ പറഞ്ഞില്ലേ ഞാൻ തടി കൂടി, ആരും വിശ്വസിക്കണില്ല. ബട്ട് ഞാൻ ആക്ച്വലി നല്ലോണം തടി കൂടിയുണ്ട്. ഇങ്ങനത്തെ ഞാൻ കാണിച്ചുതരാം. ഇല്ല അത് കണ്ടോ, ഇങ്ങനത്തെ സ്ട്രെച്ച് ആയിട്ടുള്ള ഉടുപ്പുകൾ വിച്ച് വിൽ തടി എങ്ങനെയും ഫിറ്റ് ആക്കാമെന്ന് പറ്റുന്ന ടൈപ്പ് ഓഫ് ഉടുപ്പുകൾ. ഇതൊക്കെ എനിക്കിപ്പോൾ പാകാവുന്നുള്ളൂ. സോ ഐ വോണ്ട് ടു ഗെറ്റ് സം ഉടുപ്പുകൾ ഓൾസോ ഫോർ മൈ സെൽഫ്. അതിനാണ് മെയിൻ. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ പ്ലാൻ ഇട്ടിരുന്നു. പിന്നെ താങ്ക്ഫുള്ളി സാധനമൊക്കെ ഓക്കെയാണ്.
വി തോട്ട് ഓക്കെ ലെറ്റ്സ് ഗോ ഔട്ട് എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. എവിടേക്കാണ് പോകണമെന്ന് എനിക്ക് ആക്ച്വലി അറിയില്ല. ഞാൻ വലിയ കാര്യത്തിൽ വേഷമൊക്കെ കെട്ടി വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം, സുനിനോട് ചോദിക്കാം എവിടെയാണ് പോകേണ്ടത്. മിക്കവാറും നമ്മൾ കാസിൽ ടവേഴ്സിലാണ് പോകാറ്. പണ്ട് നമ്മൾ ഗലുവിൽ താമസിക്കുമ്പോൾ നമ്മുടെ സ്ഥിരം ഒരു തറവാടായിരുന്നല്ലോ റൗസിൽ ഷോപ്പിംഗ് സെൻറ്റർ. ഇപ്പോൾ ഷെറി ബ്രൂക്കിലേക്ക് മൂവ് ചെയ്തതിന് ശേഷം അത് കാസിൽ ടവേഴ്സായി മാറിയിരിക്കണം കേട്ടോ. നമുക്ക് അടുത്താണ്, ഒരു ക്വിക്ക് 6-7 മിനിറ്റ്സ് ഡ്രൈവേ ഉള്ളൂ. എല്ലാം കിട്ടും ചെയ്യും. ഫുഡ് ഓപ്ഷൻസ് ഒരുവിധമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ലെറ്റ്സ് ലീവ്. സാധനം കൂടെ ഒന്ന് റെഡി ആവട്ടെ, എന്നിട്ട് നമുക്ക് ഇവിടുന്ന് പതുക്കെ ഇറങ്ങാം. ഡോട്ടി എന്ന് പറഞ്ഞ സ്റ്റോറിലാണ് കേട്ടോ. ജസ്റ്റ് ട്രൈങ് ഓൺ സം ക്ലോത്ത്സ്. എന്തോ ഇട്ടപ്പോൾ ഒരു നല്ല പച്ച എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ നോക്കിയതോ, പക്ഷെ ഇട്ടപ്പോൾ എന്തോ ഏപ്രിൽ ഇട്ട മാതിരി. ചില ഉടുപ്പുകൾ എനിക്ക് ഇതിന് റീസണബിളി പ്രൈസ് ആട്ടോ. ഇതൊക്കെ $80 ഡ്രസ്സ്, പക്ഷെ കണ്ടാൽ തോന്നുന്നത് എനിക്ക് അങ്ങനത്തെ ഡ്രസ്സുകൾ ഇഷ്ടമല്ല. ഇട്ടാലും ഒരു ചന്തം വേണം. ഈ ചെറുതൊരു ആഴ്ചയിലാണ് എൻ്റെ ഉള്ളിൽ കയറിയുണ്ട്. ഓക്കെ, ഞാൻ ഈ ഒരു ടോപ്പും ജീൻസും ഒന്ന് ട്രൈ ചെയ്യാം. നമ്മൾ തടി കൂടുമ്പോഴേ നല്ല ഷേപ്പ് തന്നെ മാറാം. ഐ നീഡ് എൻ 8, പക്ഷെ അതിൽ എനിക്ക് 6 പറ്റിയുള്ളൂ. ദ ജീൻസ് ഐ തിങ്ക് 8 is okay. പക്ഷെ എന്തോ സുഖം ഫിറ്റിങ് എന്തോ എനിക്ക് മനസ്സിൻ്റെ ആണോ അറിയില്ല. തടി കൂടിയത് ഇങ്ങനെ കോൺഷ്യസ് ആയിട്ട് അതെ ഫുള്ളിനോട് ചോദിച്ചപ്പോൾ തള്ള വൈബാണോ? പച്ചയായിരുന്നു മേഡം. ഫുഡ് ഒന്ന് കഴിച്ചിട്ടാവാം ബാക്കി കപ്പൽസ്. ടു നാൻഡോസ്. സാധനം ഇപ്പോഴും ഫുഡ് ശരിയായി വരുന്നല്ലേ, അവർക്ക് നാൻഡോസ് കഴിച്ചാൽ മതി പറഞ്ഞു. ഞാൻ മെലിയണമെന്ന് വിചാരിച്ചാലും ഫുഡ് എന്നെ ചുറ്റിപ്പറ്റി എപ്പോഴും ഉണ്ടാവും കേട്ടോ. ഓഫീസിൽ പോയപ്പോൾ കണ്ടില്ലേ, അവിടെയും ഫുഡ്, പുറത്തിറങ്ങിയാലും ഫുഡ്. എന്നാലും ഞാൻ ഷുഗറൊക്കെ കട്ട് ചെയ്തു കേട്ടോ. ടോട്ടലി ഷുഗർ കട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ. എങ്ങനെയെങ്കിലും ഒന്ന് മെലിയണം എന്നുള്ളൊരു വിചാരമേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളൊന്നും എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല. പക്ഷേ ഈ ഐസ്ക്രീം, ചോക്ലേറ്റ്സ്, ലോളീസ് അങ്ങനത്തെ പരിപാടികളൊക്കെ ഞാൻ നിർത്തി കേട്ടോ. അപ്പോൾ ഇത്രക്കാലം ഫുഡ് അടിച്ചിട്ട് നമ്മുടെ കൾച്ചർ പോലെ തന്നെ ബ്യൂട്ടിഫുൾ ആട്ടോ ഈ ഒരു ഏഷ്യൻസിൻ്റെ ഒരു ചൈനീസ് ഇവരുടെ ഒരു കൾച്ചറും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഈ ലൂണാർ ന്യൂ ഇയർ നടക്കുന്നതിൻ്റെ കുറേ സെലിബ്രേഷൻസ് നടക്കുന്നുണ്ട് കേട്ടോ. കാസിലിൽ ഫുള്ളും ഇതിൻ്റെ സെലിബ്രേഷൻസാണ്. റോഡ് ഫുൾ ക്ലോസ് ചെയ്ത് ഇങ്ങനെ ലാൻറ്റേൺസും ഒക്കെ തൂക്കി. വെരി ബ്യൂട്ടിഫുൾ. അമ്മനി എൻ്റെ ഉള്ളിൽ പൊക്കോ. ലോട്ട്സ് ഓഫ് ഫുഡ് ട്രക്സ് ആട്ടോ മെയിൻലി. അമ്മനി ഇങ്ങനത്തെ എന്തെങ്കിലും വേണോ? ചെറുതിന് എന്തെങ്കിലും ഒന്ന് വേണമെന്ന് പറഞ്ഞിട്ടാണ് നടക്കുന്നത്. കുറച്ചൊക്കെ കിട്ടി ഗൈസ്. ഭക്ഷണം കഴിഞ്ഞ് കുറച്ച് വാലി കയറിനും ഫ്രിഡ്ജ് ഞാൻ ഡോക്ടർ കയറി വീണ്ടും കുറച്ചൊക്കെ ട്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ നാപ്പൊക്കെ മാറ്റി ഷാർട്ടിൽ തുടങ്ങി. ഇപ്പോൾ വീട്ടിൽ പോട്ടെ. പുറത്തൊക്കെ പോയി വന്ന ക്ഷീണത്തിൽ കിടന്നുറങ്ങിയിട്ട് ആ ചെറുതിനെയും പിടിച്ചിട്ട് ഉറക്കിയ കൂട്ടത്തിൽ ഞാനും അവിടെ കിടന്നുറങ്ങി. സുഖമായിട്ട് ഉറങ്ങി നീറ്റു. ഇന്നൊരു പ്രൊജക്റ്റ് കൂടെ നമുക്കുണ്ട് ചെയ്യാൻ വീട്ടിൽ തന്നെ. നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം ഉണ്ടല്ലോ, അത് നമ്മുടെ മറ്റേ വീട് വെച്ച് നോക്കുമ്പോൾ ബെഡ്റൂമിൻ്റെ സൈസ് കുറച്ചുകൂടെ വലുതാണ്. അപ്പോൾ നമ്മളവിടെ ഇപ്പോഴും ഇത്ര നമ്മുടെ ഫർണിച്ചറൊക്കെ കട്ടിലും ഒക്കെ സൈഡ് ടേബിൾസും ഒക്കെ ഇട്ടിട്ടും എക്കോ അടിക്കണു. ചിലപ്പോൾ സംസാരിക്കുമ്പോൾ ഭയങ്കര എക്കോ. ആൻഡ് സെക്കൻഡ്ലി ഒരു പ്രശ്നം ദാറ്റ് വി ഡിറ്റക്റ്റഡ് വാസ് ദാറ്റ് നമുക്ക് റെഡി ആകുമ്പോഴോ ഒക്കെ മേക്കപ്പ് അതിനൊക്കെ ഒരു സ്പേസ് അങ്ങോട്ട് ശരിയാവണില്ലായിരുന്നു. നമ്മുടെ മറ്റേ വീട്ടിൽ നമുക്ക് പക്ഷേ ചെറുതായിരുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം തോന്നിയിരുന്നില്ല. ബിക്കോസ് നമ്മുടെ പഴയ ആ വാക്കിൻ അത് വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ പഴയ എൻ്റെ ഹോം ടൂർ കണ്ടു നോക്കൂ കേട്ടോ. ദ വാക്കിൻ ഹാഡ് ഇനഫ് സ്പേസ്, ലോട്ട്സ് ഓഫ് റാക്സ്. ദ ഓൺ സ്വീറ്റ് ഹാഡ് എ നൈസ് ബെഞ്ച്. അപ്പോൾ എനിക്ക് ഒരിക്കലും മേക്കപ്പ് ചെയ്യുമ്പോഴൊക്കെ അല്ലെങ്കിൽ റെഡി ആവാനൊക്കെ നമുക്ക് അതിനൊരു ബുദ്ധിമുട്ടോ ഒന്നും തോന്നിയിരുന്നില്ല. ഇവിടെ അത് ലാക്കിംഗ് ആണ്. സോ സുനർ നോക്കിയാൽ നമുക്ക് അന്ന് അവിടെ ഒരു ഡ്രസ്സിങ് ടേബിൾ, മിറർ ഒക്കെ ഉള്ള ടൈപ്പ് വാങ്ങാം. എന്നാൽ പിന്നെ എൻ്റെ പരിപാടി ഭംഗിയായിട്ട് നടക്കുമല്ലോ. ആൻഡ് ദാറ്റ് സ്പേസ് അവിടെ ഫില്ലാവും. ബിക്കോസ് ഇറ്റ്സ് ബിഗ് റൂം. ആൻഡ് എക്കോൻ്റെ പ്രശ്നത്തിനും കുറച്ചൊന്ന് ഹെൽപ്ഫുൾ ആവുന്നു. അപ്പോൾ കുറച്ച് ദിവസമായി ഇത് നോക്കി ഇങ്ങനെ നടക്കണു. ഫൈനലി ഒരെണ്ണം കണ്ടതാണ് ആമസോണാണ് കേട്ടോ. സോ വി വാണ്ട് ടു ബി ഷുവർ ഇത് നന്നാവോ ഒന്നും അറിയില്ല. സംഭവം ഡെലിവർ ആയിട്ടുണ്ട്. ഞാൻ കണ്ട ഏകദേശം ഒരു കളർ. ബിക്കോസ് ഐ വാസ് ഷുവർ ഏത് കളർ എടുക്കണമെന്നും. ഓൾ ന്യൂട്രൽ ഷെയ്ഡ്സ് ഒക്കെ ഉള്ളതാണ് ആ റൂമിൽ. ഫൈനലി നമ്മുടെ ബെഡ് സൈഡ് ടേബിളിൻ്റെ ആ ഒരു വാൾനട്ട് ഷെയ്ഡിലുള്ളത് കണ്ടപ്പോൾ ഐ തോട്ട് ദിസ് മൈറ്റ് വർക്ക് ചെയ്തിട്ട് ആ കളറാണ് വാങ്ങിക്കണത്. ഇപ്പോൾ എന്ത് കളറാവും വരുമ്പോൾ നമുക്ക് അറിയില്ലല്ലോ. ഞാൻ ഇവിടുത്തെ ഫർണിച്ചർ സ്റ്റോഴ്സിലൊക്കെ കണ്ടിരുന്നതൊക്കെ ബസ് either വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു ഓക്ക് കളർ വിച്ച് വുഡൻ വർക്ക് ആ റൂമിൽ. അപ്പോൾ ആമസോണിൽ കണ്ടതുകൊണ്ടാണ് കേട്ടോ അവിടെ നിന്ന് വാങ്ങിയത്. ഓക്കെ, തൽക്കാലം ഫുള്ളത് തുറന്ന് സെറ്റപ്പ് ആക്കാനാണ് ഇന്നത്തെ പ്ലാൻ. ഇന്നത്തെ ഒരു ഈവനിങ് നമുക്ക് കുലിപ്പണിയായിട്ട് തുടങ്ങാം. ലെറ്റ്സ് ഗോ ചെക്ക് ഇറ്റ് ഔട്ട്. ഇവിടെയാണ് കേട്ടോ വരച്ചിരിക്കണം. അതാണ് സംഭവം. നല്ല വെയിറ്റ് ഉണ്ട് ഇതിന്. സോ
ചുണ്ട് ഓരോന്നോരോന്നായിട്ട് തുറന്നിട്ട് നെക്സി നമ്മളും ഇപ്പോഴാ കളർ കാണുക. ആ എൻ്റെ ദൈവമേ, ഇതിനൊരു 10,000 പാർട്സ് ഉണ്ടല്ലോ ഈശ്വര. ഇത് അടുത്ത കാലത്തൊന്നും തീരൂല മോനെ. ആ ഇതാണല്ലോ കളറ്. ഓ ഒന്ന് ക്രിക്കറ്റ് ഉണ്ട്. ഓ ഗോഡ്. ആ ഈ കളറ് ഉദ്ദേശ കളർ തന്നെയാണ്. അല്ല 52 കിലോസ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പാർട്സ് ഇത്രയും ഉണ്ടെങ്കിൽ then probably there's കുറേ പാർട്സിൽ അങ്ങനത്തെ സാധനങ്ങളാ. ഓക്കെ ഓക്കെ. നമ്മുടെ ഈ ബാക്കിലത്തെ ആ വാൾ പാനലിങ്ങിൻ്റെ അതേ കളറല്ലേ? അപ്പോൾ വീണ്ടും കൂലിപ്പണി രാജനായപ്പോൾ കണ്ടോ ഗൈസ്, ഈ ഒരു സ്പേസിനാണ് കേട്ടോ ഇവിടെ കണ്ടോ ഇത്രയും വലിയൊരു സ്പേസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സ്പേസിൽ വെക്കാനാണ് നമ്മൾ വിചാരിക്കുന്നത്. അതും ഇവിടെ ബെഡും തമ്മിലുണ്ടോ, ഇറ്റ്സ് എ ഹ്യൂജ് ബെഡ്റൂം. സോ ഇവിടെ സ്പേസ് ഒന്ന് ഫില്ലാക്കാം. പ്ലസ് എനിക്ക് ഇവിടെ ഇരുന്നിട്ട് ഡ്രസ്സിങ് ഒക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പറയുമ്പോൾ ഇവിടെ ഇത്രയും കണ്ണാടിയും ഒക്കെ ഉണ്ട് കേട്ടോ. ഇത്രയും മിറേഴ്സും കബേർഡ് സ്പേസും ഉണ്ട്. അപ്പോൾ കബേർഡ് സ്പേസിലുണ്ട് നമുക്ക് തുണി വയ്ക്കാനൊക്കെ ഇഷ്ടമാതിരി സ്ഥലം ഉണ്ടായി. വാക്കിൻ റോബ് മിസ് ചെയ്യണില്ല. പക്ഷേ റെഡി ആവാൻ ഡ്രസ്സപ്പ് ചെയ്യാനും ഈ ഒരു സ്പേസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. മുന്നിൽ പണി തുടങ്ങാൻ പോവാണ്. ഞാൻ നിന്ന പണി നടക്കില്ല എന്ന് പറഞ്ഞിട്ട് എന്നോട് നിന്ന് ഗെറ്റ് ഔട്ട് അടിച്ചു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് സഹോ. 5-6 മണിക്കൂർ കഴിയുമ്പോൾ കാണാം. ഡ്രൈയോബയും പിടിച്ചെത്തിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ മറ്റേ ടൂൾസ്. അതെന്ന് വെച്ചിട്ട് വേണം സെറ്റപ്പ് ആക്കാൻ. എന്നെ വിളിച്ചോളോട്ട് വേണമെങ്കിൽ ഹെൽപ്പ് വേണമെങ്കിൽ. ഓക്കെ കുൽപ്പണി രാജൻ. ഫുള്ളവിടെ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഡ്രില്ലിൻ്റെ ശബ്ദമൊക്കെ കേൾക്കാണ്ട്. ആ തപ്പിൽ ഞാൻ കുറച്ച് ഡിന്നർ ഉണ്ടാക്കാൻ പോവാം കേട്ടോ. ഇന്നിപ്പോൾ ഉച്ചയ്ക്കും പുറത്തുനിന്നായിരുന്നില്ലേ. കറികൾ കുറച്ചിരിക്കുന്നുണ്ട്. ഞാൻ ചാനൂന് ഉണ്ടാക്കി വെച്ച ചിക്കൻ കറി ആരും കഴിച്ചിട്ടില്ല. അതവിടെ ഇരിക്കുന്നുണ്ട്. ഇന്നലെ അവൾ കഴിച്ചില്ലല്ലോ. ചിക്കൻ കറി ഇരിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ചോറ് വെച്ചാൽ ഉപ്പേരിയും ഒക്കെ ഉണ്ടല്ലോ, സമാധാനം. സോ ജസ്റ്റ് മേക്കിംഗ് സം ചോറ് ഫോർ നൗ ആൻഡ് ദാറ്റ് വിൽ ബി ഇറ്റ്. ഒന്നും ചെയ്യാനില്ലാത്ത വീക്കെൻഡ്സ് ആണ് എനിക്കിഷ്ടം. കുറച്ച് തുണി വാങ്ങുക, കുറച്ച് സെറ്റപ്പ് അങ്ങനത്തെയൊക്കെ ചെയ്യുക, കുറച്ച് ഫുഡ് അടി. പെർഫെക്റ്റ്. എന്താണ് ആ ചെറുത് നാട് വിട്ട് പോകാമെന്ന് തോന്നുന്നു. അതിന് മുകളിലെ കാറ്റിങ്ങില്ലേ ഫോണില്. അപ്പോൾ അതിന് എൻ്റെ ബാഗൊക്കെ പാക്ക് ചെയ്ത് നാട് വിട്ട് പോകാത്ര. പോണ്ട ഇവിടെ ഒന്നോ. രാത്രി 10 മണി കേട്ടോ. കുട്ടികൾക്കൊക്കെ ഞാൻ ഭക്ഷണം കൊടുത്തു. പക്ഷെ സുനിലിപ്പോഴും അതിൻ്റെ പിറകിലാണ്. ഇത് ആക്ച്വലി ചീപ്പിക്കാൻ നമുക്ക് ആൾക്കാരെ കിട്ടും. ഇപ്പോൾ ടാസ്കറിലോ അങ്ങനെ എന്തെങ്കിലും ആപ്പിലിട്ടാലും കിട്ടും. നോർമലി നമുക്ക് അറിയണം കുറച്ച് ചില ഹാൻഡിമാനൊക്കെ ഉണ്ട്. അവർക്ക് എന്തെങ്കിലും നമ്മൾ പേ ചെയ്യണം ഓഫ് കോഴ്സ്, ബട്ട് ദേ വിൽ കം ഫിക്സ് ഇറ്റ് ഫോർ യു. അത് ചെയ്യാം. പക്ഷേ സുനിലിൻ്റെ ഇതൊക്കെ ചെയ്യാൻ വലിയ ഇഷ്ടമാണ്. പാട്ടൊക്കെ കേട്ട് ചില്ല് ചെയ്തിട്ട് ചെയ്യാണ്. അപ്പം നിർത്തണില്ല. ഞാൻ പറഞ്ഞു മതി, ബാക്കി നാളെ ചെയ്യാം. അപ്പുറത്തെ ബെഡ്റൂമിലായിട്ട് പോയി കിടക്കാം. നമുക്ക് ബെഡ്റൂമിൽ നിറച്ച സാധനങ്ങളല്ലേ, നമുക്ക് ഗസ്റ്റ് റൂം യൂസ് ചെയ്ത് കിടക്കാം. വൈ ഡോണ്ട് യു കം ഈറ്റ് എന്ന് ഞാൻ പറയുന്നുണ്ട്. ഇന്നിപ്പോൾ ക്രിക്കറ്റ് കളി ഉണ്ട്, അതും കൂടെ കാണണം. പക്ഷെ വരുന്നില്ല തൽക്കാലം. എങ്ങാനും ഇന്ന് തന്നെ ഫിനിഷ് ആച്ചാൽ ഞാൻ ഇന്ന് തന്നെ കാണിച്ചു തരാം കേട്ടോ. അല്ലെങ്കിൽ സംഭവം സെറ്റാകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇതൊന്ന് തുറക്കട്ടെ ആ താപ്പിൽ. സ്റ്റിച്ചിങ്ങിൻ്റെ സംഭവം ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ആ ഒരു സോയിങ് മെഷീൻ വാങ്ങി. അതിൻ്റെ കൂടെ ഗോട്ട് സം ഇതുകൾ ഓൾസോ. ഓക്കെ, നൂലുകൾ ഫോർ ഡിഫറെൻറ്റ് കളേഴ്സ്. ഞാൻ എന്താ വെച്ചാൽ ചെറിയ ചെറിയ ഓൾട്രേഷൻസ് നമുക്ക് ചെയ്യാം. പ്ലസ് സാനൂന് ഹൈസ്കൂളിൽ ഒരു ഇയർ ടേം 3 എന്തോ ആവുമ്പോൾ സോയിങ് അവരെ പഠിപ്പിക്കൽ എന്തോ ഒരു സബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ അവൾക്കും കൂടെ ഒരു പ്രാക്ടീസിന് എന്തെങ്കിലും ഒരു സാധനം ആയിക്കോളൂ വെച്ചിട്ട് വാങ്ങിയതാണ് കേട്ടോ. ഇൻസ്ട്രക്ഷൻ മാനുവലൊക്കെ ഉണ്ടാവും, ഓപ്പൺ ഇട്ടുണ്ടാവും. പക്ഷേ എനിക്കിത് ചെയ്യാറില്ല. ഇത് ആർക്കെങ്കിലും അറിയും എന്നെ പഠിപ്പിച്ചു തരാമെന്ന് വെച്ചാൽ ഒന്ന് പഠിപ്പിച്ചു തരണേ പ്ലീസ്. സംബഡി ഇഫ് യു ക്യാൻ കം അറ്റ് ഹോം. വീട്ടിൽ വന്ന് എനിക്ക് ഇതെന്താണ് ചെയ്യേണ്ടതെന്ന് കാണാനേ. ഓക്കെ, ടേക്ക് ദിസ് ഔട്ട് കേട്ടോ. അത് തുറക്കാൻ നിൽക്കുമ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞതല്ലേ വെച്ചിട്ട് ഐ ഡിഡ്ന്റ് ടേക്ക് ഇറ്റ് ഔട്ട് യെറ്റ്. ഈ വീട് നിറച്ചിങ്ങനെ ഓരോ സാധനങ്ങളും ഫർണിച്ചറും വരണേണ്ട ബോക്സുകളാട്ടോ. ഇനി വാട്ട് വി ഹാവ് ടു ഡു ഇസ് ബുക്ക് എ കൗൺസിൽ ക്ലീനപ്പ്. അതായത് ഇങ്ങനത്തെ വലിയ വലിയ സാധനങ്ങളൊന്നും നമ്മുടെ നോർമൽ ബിൻസിൽ പോവില്ല. ഫിറ്റാക്കാൻ നല്ല മെനക്കെടാം. മുറിച്ചിട്ടൊക്കെ ചെയ്യേണ്ടി വരും. ബട്ട് നമുക്ക് കൗൺസിലിൻ്റെ പിക്കപ്പ് ബുക്ക് ചെയ്താൽ മുറ്റത്ത് കൊണ്ട് വെച്ചാൽ മതി. ബൾക്കായിട്ട് സാധനം പൊക്കോളും. നമ്മുടെ പഴയ വീട്ടിൽ ഞാൻ നമ്മുടെ സോഫയും ഒക്കെ കളഞ്ഞത് കാണിച്ചു തന്നിരുന്നില്ലേ, അതുമാതിരി. ഓക്കെ, അത് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഓൾ ദിസ് കാർഡ്ബോർഡ് ആൻഡ് സ്റ്റഫ്. സോ ദിൽ ഗെറ്റ് റിഡ് ഓഫ് ഇറ്റ് മര്യാദയ്ക്ക്. ഓക്കെ, ഇങ്ങനെ ഇരിക്കണം കാച്ച. ഓക്കെ, ഇങ്ങനെ ഒരു ഡിവൈസാണ് കേട്ടോ. ഇതാ ഇങ്ങനെ ഇരിക്കണോ. മേ ബി ലൈക്ക് 1.5 കിലോ അത്രയൊക്കെ തന്നെ വെയിറ്റ് ഒക്കെ ഉള്ളൂ. ഇറ്റ്സ് പ്രോബ്ലി നോട്ട് ലൈക്ക് അത്ര നല്ല ക്വാളിറ്റി ഒന്നുമല്ല. കെ മാർട്ടിൽ നിന്ന് വാങ്ങിയൊരു
ഒരു നോർമൽ സാധനമാണ്. സോ ഇറ്റ് കംസ് വിത്ത് ദിസ് ആൻഡ് ഇതാ പെഡലായിരിക്കും ചവിട്ടിയിട്ട് നമ്മൾ ചെയ്യണ ആ സാധനം. ദിസ് ഇസ് ദ പവർ പോയിന്റ്. ആൻഡ് ഇങ്ങനത്തെ ഒക്കെ എന്തൊക്കെയൊക്കെയോ സാധനങ്ങളുണ്ട്. ഇതെന്തൊക്കെ എന്താ ചെയ്യാന്ന് പോലും എനിക്കറിയില്ല. ബട്ട് ഇറ്റ്സ് ഗോട്ട് ദീസ് ഡിഫറെൻറ്റ് ഫങ്ഷൻസ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്റ്റിച്ചസ് ചെയ്യാനുള്ള സാധനം. ഓക്കെ, കണ്ട ഒരു കുട്ടി ടോയ് പോലെ ഉണ്ട്. ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയ സാധനമുണ്ടോ. ആദ്യമായിട്ട് തുന്നൽ പഠിക്കുക വെച്ചാൽ ഇത് കണ്ടോ, എൻ്റെ ബാക്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ജസ്റ്റ് ഐ ഗോയിങ് ടു ഹാവ് ടു ഫിഗർ ഔട്ട് ഇതെങ്ങനെയാണ് ചെയ്യാന്ന്. അമ്മയ്ക്ക് അറിയാം ചെയ്യാൻ. അപ്പോൾ അമ്മേനോട് വേണമെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്കാമെന്നേ ഉള്ളൂ. പിന്നെ ഇൻസ്ട്രക്ഷൻ മാനുവലും. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ എൻ്റെ കഴിവ് വളരെ പൂറാണ്. ഇപ്പോൾ കളറിങ്, പെയിൻറ്റിങ് അല്ലെങ്കിൽ സ്റ്റിച്ചിങ്ങിൻ്റെ എന്തെങ്കിലും പരിപാടികൾ, അതൊന്നും എൻ്റെ ബ്രെയിനിന് അതിനുള്ള സ്കിൽ സെറ്റ് ഇല്ല. സോ ദിസ് ഇസ് ഗോൺ ബി ബിഗ് ജോലി ഫോർ മീ ട്രൈ ടു ഫിഗർ ഔട്ട് ഇത് എങ്ങനെ ചെയ്യുമെന്ന്. ലൈക്ക് നമുക്കിപ്പോൾ ഏകദേശം എത്ര ചെറിയ ഓൾട്രേഷൻസ് ഒക്കെ ഞാൻ ചെയ്യേണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ എങ്ങനെ വരച്ചിട്ടോ ഇങ്ങനെ ചോക്ക് വെട്ടിട്ടോ അതെന്തെങ്കിലും ചെയ്യേണ്ടി വരും. ഐ എം നോട്ട് ഷുവർ. ഫുള്ളിങ്ങനെ പറയേണ്ടത് അത് മിക്കവാറും ആരോപിക്കാനും പോകണില്ല. അതിന് ചാൻസ് ഉണ്ട്. ഞാനായതുകൊണ്ട് ഒക്കെ സൈഡ് നോ, എനിക്ക് ഇങ്ങനത്തെ ഒന്നും സ്കിൽസ് ഇല്ല. അപ്പം ലെറ്റ്സ് സീ. ഓക്കെ, അവിടെ എപ്പോഴും തട്ടും കൊട്ടും ഒക്കെ കേൾക്കണ്ട. എൻ്റെ ഇടയിൽ കൈ മുറിഞ്ഞ് ചോര വന്നിട്ട് ഇപ്പോൾ ബ്രാൻഡേഡൊക്കെ ഇട്ടിട്ട് വീണ്ടും തുടങ്ങി പണി. വരണോ, സോ ഹംഗ്രി. ഇപ്പോൾ എനിക്ക് ടയർഡായി തുടങ്ങി. ഒന്ന് കിടന്നാൽ മതി. ഗ്രോസറീസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. പാതിരാത്രിക്ക് എനിക്ക് ഓർമ്മ വന്നു കേട്ടോ. തോട്ട് ഓക്കെ നാളെ സൺഡേ അല്ലേ, എന്തെങ്കിലും ഫിഷ് ഫ്രൈയും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം വെച്ചിട്ട് വേഗം ഓർഡർ ചെയ്തിട്ടുണ്ട്. 10:30 ഊബർ ഡ്രൈവർ എത്താൻ. അപ്പോൾ ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ ദാറ്റ് ഓൾസോ. ബട്ട് എനിക്ക് വിശക്കണു. 10 മണി വിശക്കണു. രാത്രി 12 മണി. സുള്ളിൽ പട്ടിണിയാണ്. ഞാൻ കഴിച്ചു. പക്ഷേ ഏകദേശം നമ്മുടെ ഈ സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാ ഇങ്ങനെ ഇരിക്കും. ഫുള്ളായിട്ടില്ല, കുറച്ച് ഐറ്റംസ് ഇവിടെ ബാക്കിയുള്ളൂ. ലൈറ്റ്സും കാര്യങ്ങളും. ഞാൻ പറഞ്ഞു ഇനി മതി, നാളെ മതി. നടു ഒടിഞ്ഞു കേട്ടോ. കഷ്ടം തോന്നുന്നു എനിക്ക്. ഭക്ഷണവും കഴിച്ചിട്ടില്ലേ. ക്രിക്കറ്റും കാണാൻ വേണ്ടിയിട്ടാണ് നിൽക്കണത്. ബട്ട് ഈ റൂമിൽ ഒരു എക്സ്ട്രാ ഒരു ഫർണിച്ചർ പീസും കൂടെ വന്ന്. സോ ഐ എം വെരി ഹാപ്പി വിത്ത് ദാറ്റ്. വേണ്ട, ഇറ്റ്സ് നൈസ്. ശശി ബേബി ഇഷ്ടമായടാ. ഇനി കുറച്ച് ക്ലീനിങ്ങും പരിപാടിയൊക്കെ ഉള്ളൂ. ഈ ചെറുത് ഉറങ്ങാൻ മുട്ടി നിൽക്കുന്നുണ്ട്. വാ പറയാം. സോ സുനിലിൻ്റെ കഷ്ടപ്പാടും നമ്മുടെ ഈ കഥകളൊക്കെ കേട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിച്ചാൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കൂ. ഫിഷലടാ, ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്. പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ so I can bring more and more videos. So until we see you in the next video. കറിഞ്ഞിരിക്കട്ടെ, ഞാൻ ഉറക്കം വന്നിട്ട്. This is bye from Shruti and bye from Cinnamali. Bye guys.